എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓർത്തു എൻ്റെ കുറച്ച് മേക്കപ്പ് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് നിങ്ങൾക്കിപ്പം ഭാവിയിൽ എപ്പോഴെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്ത്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ മുഖം എപ്പോഴും നല്ല ക്ലീൻ ചെയ്യണം. അതായത് നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിക്കണം, നല്ല ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കുറേ വർഷമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതധികം ഹാഷല്ല, സ്മെല്ലില്ല, എനിക്ക് സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ ഇത് സ്മെല്ലൊന്നുമില്ല, ഇത് നല്ലൊരു ഫേസ് വാഷാണ്. അപ്പം നിങ്ങൾക്കത് ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ് ഇത്, സിമ്പിളിൻ്റെ തന്നെ. ഇതും നല്ലതാണ്. ഇത് നമ്മളെപ്പോഴും ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇത് ചെയ്യണം, മോയ്സ്ചറൈസർ ഇടണം, അത് മസ്റ്റാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇത് നിങ്ങൾക്ക് മേടിക്കാം, ഇതും നല്ലതാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി എൻ്റെ നാട്ടിൽ. അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മുഖം അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഈ സിമ്പിളിൻ്റെ ആണെങ്കിൽ നല്ലതാണ്, ന്യൂട്രിയുടെ അത് നല്ലതാണ്, അത് കുറച്ച് ഹയർ പ്രൈസ് ആണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്, അപ്പോൾ നമുക്ക് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ആ ചേച്ചിയാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. അതിൽ പിന്നെ ഞാൻ മേടിച്ച് നോക്കി, പിന്നെ എനിക്ക് നല്ലതായിട്ട് സ്യൂട്ടായി. ഇത് നല്ലൊരു ഫേസ് വാഷാണിത്. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലും എന്ത് സ്കിന്നിനും നല്ലൊരു സാധനമാണ്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും തന്നെ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലത്തെ കുറേ ബോട്ടിൽ എന്തെങ്കിലുമുണ്ട്, തീർന്നു പോയത്. ഇതും കുറച്ച് തീരായി. ഇത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടോണർ. എൻ്റെ കയ്യിൽ വലിയ ഹയർ എൻഡ് ഉള്ള ഇതൊന്നുമില്ല. ഇത് പ്ലമ്മിൻ്റെ ഒരു ടോണറാണ്. ഇതും നല്ലതാണ്, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എപ്പോഴും, പക്ഷെ യൂസ് ചെയ്യാറുണ്ട്, നല്ലതാണ്. എപ്പോഴും ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് ടോണർ ഇടുക, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറം അപ്ലൈ ചെയ്യേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഇതിൽ നല്ലൊരു റോസ് വാട്ടർ ടൈപ്പ് സാധനമാണ്, നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു, ഈ ബോട്ടിൽ തീരായി, ഇതിൻ്റെ ഒരു വലിയ ബോട്ടിലായിരുന്നു ഇങ്ങനെ ആദ്യം ഉപയോഗിക്കുന്നത്. ഇത് ഡെർമാക്കോടെ ഒരു 10% നയാസിനമൈഡ് ഫേസ് സെറമാണ്. ഇതിട്ടപ്പോൾ എനിക്ക് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറേ കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് മുഖത്ത്, അത് കുറഞ്ഞതായിട്ട് എനിക്കത് മനസ്സിലായി. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്, നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം, ഇത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഓക്കെ, ഒരു ബോഡി ലോഷൻ, അഫോർഡബിൾ ആയിട്ടൊരു നല്ലൊരു ബോഡി ലോഷനാണ് ബോഡി ലോഷൻ. അപ്പോൾ ഇത് നല്ല ഒരെണ്ണമാണ്. ഇത് ഡോക്ടർ ഷേത്തിൻ്റെ ഒരു സെറാമൈഡ് പ്ലസ് വിറ്റാമിൻ സി ബോഡി ലോഷനാണ്. ഇത് നല്ലതാണ്. ഇതെൻ്റെ കുറേ ബോട്ടിലായി. ഇതും നല്ലൊരു സാധനമാണ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലധികം സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, നല്ല മോയ്സ്ചറൈസിങ് സ്കിന്നിന് നല്ലൊരു സാധനമാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അത്യാവശ്യം എപ്പോഴും നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പം, പണ്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് മുഖം എങ്ങനെയെങ്കിലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യണത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വൺ മോർ തിങ്, സോറി, സ്കിൻ കെയർ തന്നെ ഉൾപ്പെടുത്തേണ്ട ഇറ്റ്സ് സൺസ്ക്രീൻ. എല്ലാവരും പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതായത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, കാരണം നമ്മൾ വെയിലത്ത് പോകുമ്പം ഉറപ്പായിട്ട് നമ്മുടെ മുഖവും ദേഹവും ഒക്കെ ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു ബാരിയർ, അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അക്വാലോജിക്കയുടെ ഈ സൺസ്ക്രീനാണ്. ഇതിന് വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ലതാണ്. ഇതും എൻ്റെ കുറേ ബോട്ടിലായി. ഇത് നല്ലതാണ്. ഞാൻ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല. ഞാൻ അത് തന്നെയാണ് ചിലപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നല്ലതായിരിക്കും, പക്ഷേ എനിക്കിത് നല്ല കംഫർട്ട് ആയതുകൊണ്ട് ഞാനിപ്പം അത് തന്നെയാണ് പിന്നെ വാങ്ങുന്നത്, നല്ലതായതുകൊണ്ട്. ഓക്കെ, സൺസ്ക്രീൻ. ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് വന്നത്
നമ്മൾ പണ്ടൊക്കെ ജസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് മുഖം കഴുകിയിട്ട് എന്തെങ്കിലും ക്രീം അങ്ങിട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്യണം നന്നായിട്ട്. പിന്നെ ടോണർ ഇല്ലെങ്കിൽ ടോണർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസർ എങ്കിലും നമ്മൾ മുഖത്തിടണം. എന്നിട്ട് സൺസ്ക്രീൻ ഇടണം. എന്നിട്ടാണ് നമുക്ക് എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സ്കിൻ നല്ല സ്കിന്നിന് നല്ലൊരു കംഫർട്ട് കിട്ടുള്ളൂ. കാരണം സ്കിന്നിലോട്ട് ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വരുമല്ലേ ഒരുപാട് ഇടുന്നവരുടെ കാര്യം. ഒരുപാട് ഇട്ടില്ലെങ്കിലും ശരി, പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി നമ്മുടെ സ്കിന്നിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നൊന്ന് ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്കിന്നിന് വേണ്ടി ചെയ്യണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ നമുക്ക് എനിക്കങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ല അധികം. അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആൾക്കാർ ഫൗണ്ടേഷൻ വേണ്ടവർക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നല്ല കവറേജ്, ഫുൾ കവറേജ് കിട്ടും. പക്ഷെ എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ല, ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒരു കൺസീലർ യൂസ് ചെയ്യാറുണ്ട്. ഇത് കമ്പനി എല്ലി ഗേൾ പ്രോ കൺസീലർ. This is the concealer that I am using. This is good actually. നല്ലൊരു കവറേജ് മീൻസ് അത്യാവശ്യം നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ നല്ലൊരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാം. സോറി, ഇതാണ് സാധനം. ഓക്കെ, നെക്സ്റ്റ് നമ്മളെന്ത് പറഞ്ഞു? കൺസീലർ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഐ നോക്കാം അല്ലേ, കണ്ണിൻ്റെ. ഓക്കെ, പിന്നെ എനിക്കൊരു ഐലൈനർ ഉണ്ട്. ഇത് ഓക്കെ, ഇറ്റ്സ് കെ ബൈ കത്രീന. ഇത് നല്ലതാണ്. ഇത് കുറേ നാളായി ഞാൻ മേടിച്ചിട്ട്. ഇത് നല്ലൊരു ഐലൈനറാണ്. ഇപ്പം അധികം നേരം നിൽക്കും. നല്ല സാധനമാണ്. പിന്നെ മസ്കാര. സോറി, മൈ ഗോഡ്, യെസ്, മസ്കാര നമ്മളെപ്പോഴും ഇടുന്നത് നല്ലതാണ്. മീൻസ് കണ്ണിങ്ങനെ വിടർന്നിരിക്കും. കണ്ടോ, നല്ലതാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന മാസിന്റെ ഒരു മസ്കാരയാണ്. ഇത് കുറേ നാളായി എൻ്റെ ഇരിക്കുന്നത്, തീർന്നിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലൊരു മാസിന്റെ തന്നെ ഐബ്രോ പാലറ്റ് ഉണ്ട്. ഇത് നല്ലതാണ്. നമുക്കത് നമ്മുടെ പിരികം ഫില്ല് ചെയ്യാം. ഐബ്രോ പെൻസിലുണ്ട്, തീർന്നു പോയി ആക്ച്വലി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബ്ലഷ് ഉണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് കുറേ നാളായി മേടിച്ചിട്ട്, അതുകൊണ്ട് ഫുള്ളായിട്ടുണ്ട്. മീൻസ് ഇത് കുറച്ച് നമ്മൾ എടുത്താൽ മതി. അപ്പം നമ്മുടെ തീരത്തില്ല. കുറച്ച് എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ചീക്ക് ബോണിലും പിന്നെ ജസ്റ്റ് ഒന്ന് നോസിൻ്റെ ഇവിടെ ഒപ്പം തേച്ചാൽ മതി. ഇതും കെ ബൈ കത്രീന, നല്ലതാണ്. ഓക്കെ, ഇതിന് ഷെയ്ഡൊക്കെ എന്താണെന്ന് എനിക്ക് നോക്കട്ടെ. ഇത് കോസി കോറൽ, ഇത് നല്ലതാണ്. പിന്നെ ഐ ഹാവ് സം ലിപ്സ്റ്റിക്. അതൊക്കെ തീർന്നതാണ് ആക്ച്വലി. ഇത് തീർന്നു. ഇത് പ്ലമ്മിൻ്റെ ആണ്. പക്ഷെ ഇതെനിക്ക് ഉപയോഗിച്ചിട്ട് കളർ നല്ലതാണ്. പക്ഷെ ഇതെനിക്ക് ചേരുന്നുമുണ്ട്, പക്ഷെ അധികം നേരം നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ അതങ്ങ് പോവും. വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ഇത് കളർ നല്ലതാണ്, പക്ഷെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ ഉള്ളത്, പിന്നെ ഒരെണ്ണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്റ്റുഡിയോ പോയപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായി. വാങ്ങി. പക്ഷെ ഇതെനിക്കധികം ചേരുന്നില്ല ഈ കളറ്. ഓരോരുത്തരുടെ ഓരോ സ്കിൻ ടോണിൽ. എനിക്ക് ഈ കളർ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ. അപ്പം അങ്ങനെ ചേരാറില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് മേടിക്കാം. നല്ല കുഴപ്പമില്ല. ഐ മീൻ ഇട്ടിട്ട് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കളർ അധികം ചേരുന്നില്ല. നല്ല ഷെയ്ഡ് നോക്കി എടുത്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പിന്നെ I have one more. This is Maybelline liquid
ലിപ്സ്റ്റിക്കാണ്. ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇത് റീസെൻ്റ്ലി ആണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നല്ലതാണ്. ഇത് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത് ഓൾറെഡി. ഇതെനിക്ക് ചേരുന്നുണ്ട് നന്നായിട്ട്. ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സാധനമാണ്. മെബിലൈൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് മെയ്ഡ് ഈസി എന്നാണ് ഇനി പറയാം. മെയ്ഡ് ഈസി, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഐ ഹാവ് സം ടു ലിപ് ബാം. എനിക്ക് അങ്ങനെ ലിപ് ബാം അധികം ഒന്നും ഇല്ല അധികം. പിന്നെ ഇത് സ്റ്റുഡിയോന്ന് അപ്പം തന്നെ അതിൻ്റെ കൂടെ വാങ്ങിയൊരു ലിപ് ബാം. പിന്നെ ഇത് പ്ലമ്മിൻ്റെ ഒരു ലിപ് ബാമാണ്. പിന്നെ വേറെ ഒരു നിവിയയുടെ ഉണ്ടായി, അതിപ്പം കാണുന്നില്ല. ഓക്കെ, പിന്നെ ഒരു ഇതിനെന്താ പറയാ അയ്യോ മനസ്സിലായില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. ഐഷാഡോ ഒരു പാലറ്റ്. അയ്യോ, ഇത് ന്യൂഡ്. ഏത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് മാസിൻ്റെ ആണോ ഇൻസൈറ്റ് ആണെന്ന് തോന്നുന്നത്. ഇൻസൈറ്റ് ന്യൂഡ്. ഇവിടെ നേരിട്ടില്ല ഇതിൻ്റെ. ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട്, തീരുന്നില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇൻസൈറ്റിൻ്റെ ഞാൻ തോന്നുന്നത്. ഇത് ജസ്റ്റ് ഒക്കെ നല്ല സാധനമാണ്. ഇപ്പിട്ടിട്ടില്ല, അതാണ് സാധനം. ഇത്രയേ ഉള്ളൂ എൻ്റെ പേടിക്കാത്ത. പിന്നെ നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഐ ഹാവ് സം അധികം എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് കളക്ഷൻസ് ഒന്നും ഇല്ല. പണ്ട് ഏതെങ്കിലും ഒരു കളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും കുറച്ച് ഡാർക്ക് കളറൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് നമ്മൾ എന്താ പറയുക, കുറച്ച് പ്രായമൊക്കെ ആയപ്പോഴേക്കും ആ ഡാർക്ക് കളറിനോടുള്ള ഇഷ്ടം അങ്ങ് പോയി എനിക്ക്. അപ്പം ഞാൻ ഇപ്പം മൊത്തം ന്യൂ ടൈപ്പ് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ 3 എണ്ണം ഉള്ളൂ. ഇതൊരു കളർ ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡല്ല, കമ്പനി. അതിൻ്റെ ഷെയ്ഡ് ഒരു ബേബി ബ്ലൂ എന്നാണ് ഇനി പറയാം. ഇത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഇത് സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക്, നെയിൽ പോളിഷാണ്. ഇതിന് പ്രൈസ് കുറവ്. ഇതിന് 87 അങ്ങനത്തെ വേണ്ടുള്ളൂ അവിടെ. ഇത് ഐ തിങ്ക് ഇത് 200 ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇത് 200. ഇത് കെ ബൈ കത്രീനയുടെ ഒരു ഇത്. അങ്ങനെ 3 ഇതുള്ളൂ എൻ്റെ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആകെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പം ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ചെയ്ത് ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അത്രേ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളൂ. സൺസ്ക്രീൻ ഇടാറുണ്ട്. പിന്നെ പുറത്തോട്ടൊക്കെ ജസ്റ്റ് പോകുമ്പോൾ കുറച്ചൊന്ന് ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾ മേക്കപ്പൊക്കെ ചിലപ്പോൾ ഞാൻ ഒരു ഒട്ടും മേക്കപ്പ് ചെയ്യുന്ന ആളല്ല, മീൻസ് എന്താ പറയുക, നല്ല പ്രൊഫഷണൽ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് പ്രോഡക്റ്റ്സ് മുഖത്ത് തേക്കാണ്ടിരിക്കുക. കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക. അപ്പം തന്നെ പിന്നെ നിങ്ങൾ ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ വരുത്തണം. അതായത് ഇപ്പോൾ നല്ലോണം വെള്ളം കുടിക്കണം, നല്ല ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഉറങ്ങണം. അപ്പം തന്നെ നിങ്ങളുടെ ഫേസൊക്കെ നല്ലൊരു എന്താ പറയുക, ഒന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.